വിജയൻ എം എൽ എ നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിജയൻ എം എൽ എ, 12ാം നാൾ നമ്മൾ കാത്തിരുന്നത് പോലെ ഒന്നും സംഭവിച്ചില്ല. ഈശ്വർ മാൽപ്പെ വന്നു. ഈശ്വർ മാൽപ്പെ അതിസാഹസികമായ ഡൈവിങ്ങുകളൊക്കെ ചെയ്തു. 9 തവണയോളം ഗംഗാവലി പുഴയുടെ അടിത്തട്ടിലേക്ക് പോയി. പക്ഷേ അടിത്തട്ടിലൊന്നും പോകാൻ സാധിച്ചില്ല. ചെളിയും മണ്ണുമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. തിരിച്ചു കയറി വന്നിട്ട് ഈശ്വർ മാൽപ്പയും മറ്റുമായി സംസാരിക്കാൻ സാധിച്ചിരുന്നു. എന്താണ് വിജയൻ എം എൽ എക്ക് അവിടെ നിന്ന് തോന്നുന്നത്? ഈ ഓപ്പറേഷൻസ് ഇനി അനന്തമായി നീളുമോ? നേരത്തെ ഇന്ദ്രബാലൻ പറഞ്ഞ ഓപ്ഷനുകളെല്ലാം വളരെ ടഫ് ഓപ്ഷൻസാണ്, വളരെ കോംപ്ലക്സ് സൊല്യൂഷൻസുമാണ്. ഇവിടെ ശ്രീ അരുൺകുമാർ അങ്ങ് സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് രാവിലെ മുതൽ 12ാം നാൾ വളരെ പ്രതീക്ഷയോടെ ഒരുപക്ഷെ മാധ്യമങ്ങൾ, റിപ്പോർട്ടർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലൂടെ ഏതാണ്ട് 12 ദിവസമായി വലിയ പ്രതീക്ഷയോടെയും ആകാംക്ഷയോടെയുമാണ് കേരളത്തിലെ ഓരോ ജനങ്ങളും അർജുനു വേണ്ടി കാത്തിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? ട്രക്ക് നമുക്ക് വളരെ പെട്ടെന്ന് ലഭിക്കും. ഈ ചോദ്യങ്ങൾ ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തീർച്ചയായും ഈ രക്ഷാദൗത്യ പ്രവർത്തനത്തിൽ ഈ ഇടപെടലിൽ ഒരു നിർണായകമായ ഒരു ഘട്ടം ഉണ്ടായി എന്ന് നമ്മൾ രാവിലെ തന്നെ മാധ്യമങ്ങൾ തന്നെ ബ്രേക്ക് ചെയ്തതാണ്. നമ്മളെല്ലാം സൂചിപ്പിച്ചതുപോലെ ഈശ്വർ മാൽപ്പെ അദ്ദേഹം വളരെ വൈദഗ്ധ്യമുള്ള ഒരാളാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഇവിടുത്തെ ലോക്കലായ നാട്ടുകാരും ചില ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞത് 100-ലധികം ഇത്തരം ഓപ്പറേഷനുകൾ വളരെ നല്ല രീതിയിൽ വിജയിപ്പിച്ച ഒരാൾ കൂടിയാണ് ഈ മാൽപ്പെ എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ പ്രതീക്ഷയിലായിരുന്നു. അദ്ദേഹവുമായിട്ട് ഓഫീസേഴ്സ് മുഖാന്തരം നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹവും പറഞ്ഞത് അത് തന്നെയാണ്. കാരണം എന്ത് തന്നെയായാലും, ഏത് റിസ്ക് എടുത്തിട്ടായാലും ഞാൻ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി റിസൾട്ട് ഉണ്ടാക്കുന്ന വരികൾ ഇടപെടൽ ഉണ്ടാക്കും എന്നുള്ളതാണ്. ഉച്ചവരെ ഞാൻ നേരത്തെ തന്നെ മാധ്യമങ്ങളോട് സൂചിപ്പിച്ചതാണ്, ഉച്ചവരെ 3 ഡൈവാണ് ചെയ്യാൻ വേണ്ടി പറ്റിയിരുന്നത്. കാരണം ശക്തമായ ഒഴുക്ക്. പക്ഷേ ഇന്നൊരു അനുകൂലമായ സാഹചര്യം ഉണ്ടായത് ശക്തമായ മഴയോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ്. ഒഴുക്കുണ്ട്, ശക്തമായി തന്നെ തുടരുന്നുണ്ട്. പക്ഷേ ഒരു ഘട്ടത്തിൽ അദ്ദേഹം തന്നെ അപകടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. പക്ഷേ നേവിയുടെ ഉദ്യോഗസ്ഥർ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ നേവിയുടെ ബോട്ടിലേക്ക് കയറ്റുന്ന നിലയാണ് ആ ഘട്ടത്തിൽ ഉണ്ടായത്. പക്ഷെ അന്നേരം നമ്മളൊരു പ്രതീക്ഷയായിരുന്നു. കാരണം ഞാൻ അവിടെ സ്പോട്ടിൽ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ മൺകൂണയ്ക്കിടയിൽ നിന്നൊരു ശബ്ദം കേട്ടപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചതൊരു പോസിറ്റീവായ പ്രതീക്ഷയായിരുന്നു. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കെട്ട് അഴിഞ്ഞ് ദൂരേക്ക് ഒഴുകിപ്പോകുന്ന ഒരു ഘട്ടമാണ് ഉണ്ടായത്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഇവിടെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ അദ്ദേഹം കൂടുതൽ തവണ മുങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിനിടയിൽ വൈകുന്നേരം ഒരു 4:30 മണിക്ക് ബഹുമാനപ്പെട്ട ശശീന്ദ്രൻ മിനിസ്റ്ററും ഇവിടുത്തെ ജില്ലാ കളക്ടറും അതോടൊപ്പം തന്നെ നേവിയുടെ ഉന്നതരായ ഉദ്യോഗസ്ഥരും തമ്മിൽ പ്രത്യേകമായ ഒരു അവലോകനം ഇവിടെ നടത്തുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നേവിയുടെ ഉൾപ്പെടെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥർ ഇപ്പോഴും പറയുന്നത് ആ പോസിബിലിറ്റി ഇവിടെ തന്നെയാണ് എന്നാണ്. കരയിൽ നിന്ന് 30 മീറ്റർ ഡിസ്റ്റൻസിൽ നേരത്തെ തന്നെ ഏറ്റവും കൂടുതൽ സാധ്യത പ്രവചിച്ച, ഇപ്പോൾ പറഞ്ഞ പോലെ ആ പോയിന്റിൽ തന്നെയാണ് വാഹനമുള്ളത് എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഒരു അനുമാനം. പക്ഷെ പല രൂപത്തിൽ പല പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശക്തമായ ഒഴുക്കാണ്. ഇവിടുത്തെ നാട്ടിലെ ജനങ്ങളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ പുഴയുടെ ഒഴുക്ക് ശാന്തമാകണമെങ്കിൽ സെപ്റ്റംബർ മാസമെങ്കിലും ആവണം എന്നാണ്. സെപ്റ്റംബർ മാസം വരെ അതിശക്തമായ രീതിയിൽ തന്നെയാണ് ഈ പുഴ ഒഴുകിപ്പോവുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ നേവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ ഈ മാൽപ്പെ അദ്ദേഹം അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം, അദ്ദേഹം ഒരു റോപ്പ് വഴിയാണ്, റോപ്പ് പിടിച്ചാണ് അദ്ദേഹം ഇതിൻ്റെ അടിയിലോട്ട് പോകുന്നത്. പക്ഷേ ശക്തമായ ഒഴുക്ക് അദ്ദേഹത്തെ ആ റോപ്പ് പിടിച്ച ഘട്ടത്തിലും മുകളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. താഴേക്ക് പോകുന്നതിനുള്ള ഒരു പ്രതിസന്ധി അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ട്. പക്ഷേ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് അദ്ദേഹം പോകുന്നുണ്ട്. പക്ഷേ മറ്റൊരു അപകടം നിൽക്കുന്നത് ഇദ്ദേഹം താഴേക്ക് ഇറങ്ങാൻ ഉപയോഗിക്കുന്ന റോപ്പും അതോടൊപ്പം അദ്ദേഹത്തിനായി ബന്ധിപ്പിച്ചിരിക്കുന്ന റോപ്പും, ഇത് രണ്ടും ഈ ഒഴുക്കിൽ കുടുങ്ങിപ്പോയാൽ മറ്റൊരു അപകടത്തിൻ്റെ സാധ്യതയും അവിടെയുണ്ട് എന്നാണ് നേവി ഓഫീസർമാർ പറഞ്ഞത്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ കൂടി നിൽക്കുന്നതിനിടയിലാണ് 9 തവണ അദ്ദേഹം ഡൈവ് ചെയ്തത്. പക്ഷേ ഇന്ന് വൈകിട്ടും നിരാശയാണ് നമ്മളിൽ ഉണ്ടായത്. ഇപ്പോൾ പല രൂപത്തിൽ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഈ ഈശ്വർ മാൽപ്പെ ഈ പുഴയിൽ ഈ ആ സ്പോട്ടിൽ ഇറങ്ങിയതിന് ശേഷം കയ്യിലുള്ള വലിയ മുളവടി കൊണ്ട് താഴേക്ക് പൊസിഷൻ ചെയ്യാൻ നോക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ അത് ഒന്നുകിൽ ഈ പറഞ്ഞതുപോലെ താഴെയുള്ള ഒബ്ജക്റ്റിനെ തെരയുന്നതാവാം, അതല്ലെങ്കിൽ അവിടെ ഒരു അടയാളം വയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമമാവാം എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ താഴെ അത് ഉറയ്ക്കുന്നില്ല. അവസാനം അത് 2 പോളുകൾ ഉറപ്പിച്ചിട്ടാണ് അവർ ഇന്ന് പോന്നിരിക്കുന്നത്. അതെന്തിൻ്റെ സൂചനയാണെന്നെന്തെങ്കിലും ആരെങ്കിലും പറയുന്നത് കേട്ടിരുന്നോ വിജിൻ? 2 മുള അവിടെ വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട് ഈ സ്പോട്ട് നമ്പർ 3-യിൽ.
തീർച്ചയായും അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ ഈ മുളയുമായി ബന്ധപ്പെട്ട് രാവിലെ തന്നെ ഈ ഒട്ടക സംഘം അൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം വന്നത് മുതലാണ് ഈ ബാമ്പു മുള ഇറക്കുന്ന ഒരു നിലയിട്ടത്. അപ്പോൾ ഇത് ബന്ധപ്പെട്ട ഈ സംഘത്തോട് ചോദിച്ചപ്പോൾ രണ്ട് തരത്തിൽ അങ്ങ് ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെയാണ്. ഒന്ന് പൊസിഷൻ്റെ വ്യക്തത ഉണ്ടാക്കാനും, മറ്റൊന്ന് അതിനിടയിൽ തന്നെ ഈ മത്സ്യത്തൊഴിലാളികൾ ഇദ്ദേഹത്തിന് ആങ്കർ സൗകര്യം ഒരുക്കി കൊടുക്കുമ്പോൾ തന്നെ അവരും ചില തരത്തിൽ മുള ഉപയോഗിച്ചുകൊണ്ടുള്ള ചില അന്വേഷണങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനകത്ത് ഇത് ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും കണ്ടുമുട്ടിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ശ്രമവും നടക്കുന്നുണ്ട്. എല്ലാ തലത്തിലും എങ്ങനെയെല്ലാം ഇതിനെ കോർഡിനേറ്റ് ചെയ്യാം ആ നിലയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം വളരെ സജീവമായി നടക്കുന്നു. പക്ഷേ രാവിലെ നല്ലൊരു പ്രതീക്ഷയുണ്ടായിരുന്നു നമുക്ക് പൊതുവിൽ. പക്ഷേ ഇത് 12-ാം നാൾ അവസാനിക്കുമ്പോഴും നമ്മൾ ഏറെ പ്രയാസത്തോടു കൂടി നമ്മുടെ കാത്തിരിപ്പ് ഇനിയും പോകേണ്ടതുണ്ട്, 13-ാം നാളിലേക്കും പോകേണ്ടതുണ്ട് എന്ന നിലയിലേക്കാണ്.